ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ ഏത് നിമിഷവും സംഘർഷമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീതി ജനിക്കുമ്പോൾ തന്നെ ചൈന പാകിസ്ഥാന് പ്രത്യക്ഷ സഹായവുമായി രംഗത്ത് വന്നു എന്നാണ് ലോകമെങ്ങും ചർച്ച ചെയ്യുന്നത്. അതായത് ചൈനയുടെ ഒരു പടക്കപ്പൽ അല്ലെങ്കിൽ ആയുധങ്ങളുമായി എത്തിയ ഒരു കപ്പൽ പാക് തീരത്തെത്തി. അതുപോലെ തന്നെയാണ് തുർക്കി അവരുടെ ഒരു വിമാനം, അതായത് ചരക്ക് വിമാനം, അതും പാകിസ്ഥാനിലെത്തി. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് തുർക്കിയും ചൈനയും പാകിസ്ഥാന് പ്രത്യക്ഷമായ സഹായവുമായി എത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ ആയുധ കയറ്റുമതി ഏറെയും പാകിസ്ഥാനിലേക്കായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 84% ആയുധങ്ങളും പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ആരും വലിയ അത്ഭുതം കാണുന്നില്ല. നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ചൈനീസ് വിദേശകാര്യമന്ത്രിയെ വാങ്യുമായി ഫോണിൽ സംഭാഷണം നടത്തി. അതിനുശേഷം ചൈനീസ് മന്ത്രാലയം അറിയിച്ചത് പാകിസ്ഥാൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോവും, ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സംശയിച്ചതുപോലെ ഇനി ചൈനയുടെ ഒരു സഹായം പാകിസ്ഥാൻ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിനിടയിലേക്കാണ് ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്തായ റഷ്യ പതുക്കെ കടന്നു വരുന്നത്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചില നിർദ്ദേശങ്ങൾ തുർക്കിക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും കൊടുത്തിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് S-400 അത് റഷ്യ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്, ചൈനയ്ക്ക് നൽകിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ തുർക്കിക്ക് നൽകിയിട്ടുണ്ട്. ഇനി റഷ്യയുടെ തൊട്ടടുത്ത രാജ്യമായ ബെലാറസിനും നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് നേരെ ഇന്ത്യ ആക്രമണം നടത്താൽ അവർ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത തേടും. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ കയ്യിലുള്ള S-400 അതിൻ്റെ ടെക്നോളജിയോ ഒരുപക്ഷെ കൈമാറാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് വലിയ ക്ഷീണമാകും. അതുകൊണ്ട് പുടിൻ ചൈനയോട് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞങ്ങളിൽ നിന്ന് വാങ്ങുന്ന ആയുധമോ ടെക്നോളജിയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമോ പാകിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യരുത്. ഇനി മറ്റൊരു രാജ്യം തുർക്കിയാണ്. തുർക്കിയെയും ഏതാണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ്. കാരണം തുർക്കി എന്ന് പറയുന്ന ഒരു നാറ്റോ സഖ്യത്തിലെ അംഗമാണ്. അപ്പോൾ നാറ്റോ സഖ്യത്തിൽ അംഗമായ ഒരു രാജ്യം നാറ്റോയിലെ മറ്റ് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയില്ലാതെ പാകിസ്ഥാന് ആയുധങ്ങൾ എത്തിച്ച് നൽകുന്നു എന്ന് പറയുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം നാറ്റോയിലെ തന്നെ വൻ ശക്തികളായ ഫ്രാൻസ്, UK, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്. കൂടാതെ US-ഉം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തുർക്കിക്ക് എന്ത് നിലപാടെടുക്കും? അപ്പോൾ തുർക്കിയിലെ തൊയ്ബ് എർദോഗൻ ഭരണകൂടത്തിലെ ഒരു പ്രമുഖൻ പറഞ്ഞത്, ഞങ്ങളുടെ അതിർത്തി ആരംഭിക്കുന്നത് ഇസ്ലാമാബാദിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെയും ഞങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇസ്ലാമാബാദ് എന്ന പരോക്ഷമായ ഒരു സന്ദേശം നൽകുന്നു. അപ്പോൾ തുർക്കി ഇന്ത്യക്കെതിരായ ചില നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്ത്യക്കെതിരായിട്ട് ഡ്രോണുകളും ചില മിസൈലുകളുടെ പോർഷൻ, അതായത് ചെറിയ മിസൈലുകളും ഒക്കെ തന്നെ അവിടേക്ക് എത്തിച്ചു. അങ്ങനെയാണ് അവരുടെ കാർഗോ വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങിയതെന്നാണ് പറയുന്നത്. അപ്പോൾ നാറ്റോ സഖ്യത്തിലുള്ള തുർക്കിക്ക് അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഇതും ഗൗരവമായി കാണുന്നു. മാത്രമല്ല, S-400 തുർക്കിയുടെ കയ്യിലുള്ളതുപോലെ തന്നെ ഇന്ത്യയുടെ കയ്യിലുമുണ്ട്. അപ്പം ഇന്ത്യയുടെ കയ്യിലുള്ള S-400 പോലെ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ S-400ൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ, ടെക്നോളജിയൊക്കെ കൈമാറുകയാണെങ്കിൽ അത് ചൈന വഴിയോ തുർക്കി വഴിയോ പോകണം. അതുകൊണ്ട് അതിനുള്ള ഇട വരുത്തരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ തുർക്കി നിലപാട് മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വിമാനം ഇന്ധനം തീർന്നപ്പോൾ പാകിസ്ഥാനിൽ ഇറങ്ങി അവിടെ നിന്ന് ഇന്ധനം നിറയ്ക്കുകയായിരുന്നു, അല്ലാതെ ചരക്ക് വിമാനത്തിൽ ഞങ്ങൾ ആയുധം കൊണ്ടുപോയതല്ല എന്ന് തുർക്കിക്ക് നിലപാട് തിരുത്തേണ്ടി വരുന്നു. ചൈന പറയുന്നു, ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ അത്ര വലിയ ബന്ധമൊന്നുമില്ല, മാത്രമല്ല ഞങ്ങൾ ആയുധം കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ചൈന ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന് ഏതെങ്കിലും ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ അത് റഷ്യയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ റഷ്യയെ ധിക്കരിച്ചുകൊണ്ട് ചൈന പാകിസ്ഥാനെ സഹായിക്കുകയില്ല. മാത്രമല്ല, പാകിസ്ഥാൻ പോലെ അതിദയനീയമായ ദരിദ്രമായ ഒരു രാജ്യത്തിന് സഹായം നൽകുകയും ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുകയും ചെയ്താൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും വഷളാകും. അതുകൊണ്ട് റഷ്യ പറയുന്നത് കേട്ട് നിൽക്കാമെന്നുള്ളൊരു നിലപാടിലേക്ക് മാറുന്നു. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പാക് സൈന്യാധിപനായ അസിം മുനീർ, ഈ അസിം മുനീർ ഒരു പട്ടാള അട്ടിമറിക്ക് പാകിസ്ഥാനിൽ ശ്രമം നടത്തിയതും അത് പൊളിഞ്ഞതോടുകൂടിയാണ് ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായതെന്നുമുള്ള ഒരു ചിത്രം ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. അതായത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം പാക് പട്ടാളത്തിലുണ്ട്. ആ ആളുകൾ അല്ലെങ്കിൽ അവർ മുഴുവൻ ഈ അസിം മുനീറിൻ്റെ നിലപാടുകളെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ദേശസ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞ്, പാകിസ്ഥാൻ്റെ പഴയ ചരിത്രം പറഞ്ഞ്, തലമുറകളിലേക്ക് ഇത് കൈമാറണമെന്നൊക്കെ പറഞ്ഞ് ഈ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പാക് പൗരന്മാരെ കയ്യിലെടുക്കാനും അത്തരത്തിൽ അവർക്കിടയിലേക്ക് വലിയ സ്വാധീനം ചെലുത്താനും പാക് ആർമിയെ
തൻ്റെ വരുതിയിലേക്ക് നിർത്താനുമുള്ള ശ്രമമാണ് അസീം മുനീർ നടത്തിയത്. പക്ഷേ അത് പരാജയപ്പെടുകയായിരുന്നു. മാത്രമല്ല ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി പോലും അറിയാതെ അല്ലെ അദ്ദേഹത്തിൻ്റെ അനുമതിയൊന്നും ഇല്ലാതെയാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വന്നു. അപ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അസീം മുനീർ തൻ്റെ കുടുംബത്തെ ആദ്യം വിദേശ രാജ്യത്തേക്ക് സേഫായിട്ട് കടത്തി. ഇപ്പോൾ അസീം മുനീറിനെ കാണാനില്ല. മാത്രമല്ല അസീം മുനീറിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഏതാണ്ട് 5000-ഓളം വരുന്ന പട്ടാളക്കാർ മേലുദ്യോഗസ്ഥർ അടക്കം ഈ ആർമിയിൽ നിന്ന് രാജിവെച്ചു. അപ്പോൾ പാക് പട്ടാളത്തിനുള്ളിൽ തന്നെ വലിയൊരു സംഘർഷം സൃഷ്ടിക്കപ്പെടുന്നു. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാനിൽ തമ്മിലടി ഇപ്പം വളരെയധികം രൂക്ഷമായിരിക്കുകയാണ്. ഒപ്പം ഇന്ത്യ താലിബാൻ ഭരണാധികാരികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന് ചില സൂചനകൾ പുറത്തു വരുന്നു. ഇന്ത്യയുടെ ഒരു പ്രത്യേക ദൂതൻ താലിബാനിലെത്തി. അങ്ങനെയാണെങ്കിൽ ഈ താലിബാൻ്റെ ഒരു ഉപവിഭാഗം പാകിസ്ഥാനിലുണ്ട്. ഇപ്പോൾ പഷ്തൂൺഖ മേഖലയിൽ, ഖൈബർ പഷ്തൂൺഖ മേഖലയിലുള്ള തെഹരിക്ക് ഈ താലിബാൻ അവർ ഏത് നിമിഷം വേണമെങ്കിലും അവിടെ അറ്റാക്ക് നടത്താം. അങ്ങനെയാണെങ്കിൽ അത് വലിയ തിരിച്ചടി അവർക്കുണ്ടാകും. മാത്രമല്ല ഈ പഷ്തൂൺ ഭാഷ സംസാരിക്കുന്ന 2 പേരാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയതിൻ്റെ സൂചനകളും പുറത്തു വരുന്നു. അപ്പോൾ മനഃപൂർവ്വം താലിബാനെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ, അഫ്ഗാനെ വലിച്ചിഴയ്ക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തിയെന്നൊരു ആരോപണമുണ്ട്. കാരണം ഈ ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് എത്തിയതാണെങ്കിൽ അല്ലെ അവർ ആക്രമണം നടത്തിയതാണെങ്കിൽ ആർമിയാണ് അവർക്ക് ട്രെയിൻ ചെയ്തത്. അങ്ങനെ അന്വേഷണം എത്തിച്ചേർന്നാൽ അത് പഷ്തൂൺ മേഖലയിൽ എത്തിക്കോട്ടെ എന്നുള്ള ഒരു കുതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇന്ത്യക്കെതിരെ പ്രതികരിച്ചാൽ പാകിസ്ഥാന് തിരിച്ചടികളുടെ ഒരു പ്രളയം ഉണ്ടാകുമെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാനിലെ റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞത് പാകിസ്ഥാൻ ആണവായുധങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. 130-ലധികം ആണവായുധങ്ങൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇത് കാണാൻ വെച്ചിരിക്കുന്നതല്ല, ഇന്ത്യക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിച്ച് പാകിസ്ഥാൻ ഒരു ആശങ്കയിൽപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു മന്ത്രി പറയുന്നതും ഞങ്ങൾ എന്തായാലും ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഈ പറയുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ അറിയുക പോലുമില്ല, അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഘോരി, ഷഹീൻ, ഗസ്നവി തുടങ്ങിയ ആണവ ശേഷിയുള്ള ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇന്ത്യക്കെതിരെ ലക്ഷ്യം വെച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യയെ പ്രകോപിപ്പിച്ച അതേ ആളുകൾ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നു. പലരും രാജ്യത്ത് നിന്ന് ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ ഇടയിലാണ് ചൈന ഇടയ്ക്കൂടെ കയറി ഒരു കളി കളിക്കുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഏഷ്യയിലെ വൻ രാജ്യമെന്ന് പറയുന്ന ചൈനയുടെ ആ ഒരു നിലനിൽപ്പിന് ഇളക്കം തട്ടില്ല. കാരണം ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ നമ്മൾ സൈനികപരമായി, സാമ്പത്തികപരമായിട്ട്, GDP-യിലൊക്കെ തന്നെ ഒരുപാട് പിന്നോക്കം പോകും. അതായത് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യം വർഷങ്ങളോളം പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ത്യ പരമാവധി ഒരു യുദ്ധത്തിലേക്ക് പോയിക്കോട്ടെ, അതിന് വേണ്ട സാഹചര്യങ്ങൾ, ആയുധങ്ങളൊക്കെ ഞങ്ങൾ പാകിസ്ഥാന് കൊടുക്കാം, അപ്പോൾ തുർക്കിയും കൂടെ ഒരു സഹായം വേണം. അപ്പോൾ തുർക്കിയും ചൈനയും പ്രത്യക്ഷമായും പരോക്ഷമായും പാകിസ്ഥാനെ സഹായിക്കുന്നത് ലോകമാധ്യമങ്ങളിൽ ചർച്ച വന്നപ്പോഴാണ് എക്കാലവും ഇന്ത്യയുടെ സഹായത്തിന് നിൽക്കുന്ന റഷ്യ നേരിട്ട് രംഗത്തേക്ക് വരുന്നത്. കാരണം പണ്ട് ഈ 7ാം കപ്പൽപ്പടയൊക്കെ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് വരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് സഹായത്തിനെത്തിയ റഷ്യയാണ്. അപ്പോൾ എക്കാലവും നമ്മുടെ ആയുധ വ്യാപാരവും അതുപോലെ തന്നെ പ്രതിരോധ രംഗങ്ങളിലെ ഡീലിങ്സും എല്ലാം തന്നെ റഷ്യയുമായിട്ട് നടക്കുന്നു. ഏതൊരു ആപത്ഘട്ടത്തിലും റഷ്യ നമുക്കൊപ്പം വരും. അതുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു പ്രഹരം നടത്തിയിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമോ എന്തെങ്കിലും പടിയുമായിട്ട് വരികയാണെങ്കിൽ ഞങ്ങളുണ്ട് ഇന്ത്യയുടെ കൂടെ എന്ന് വ്യക്തമായൊരു സന്ദേശം നൽകുന്നു. അപ്പോൾ റഷ്യ ഇങ്ങനെ ഒരു സന്ദേശം നൽകിയാൽ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് ഇന്ത്യക്കാണ്. മാത്രമല്ല റഷ്യ വരുന്നതുകൊണ്ട് ട്രംപും അതിന് മുൻകൈയെടുത്ത് മുന്നിലേക്ക് വരും. അപ്പോൾ ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുന്ന അമേരിക്ക വീണ്ടും ഒരു യുദ്ധത്തിനായിട്ട് ഇന്ത്യയുടെ കൂടെ നിലകൊള്ളും. അത് ചൈനയ്ക്ക് വീണ്ടും അപകടമാണ്. അതുകൊണ്ട് റഷ്യയും അമേരിക്കയും പേടിച്ച് ചൈന ഇതിൽ നിന്ന് പതുക്കെ പിന്മാറുന്നു. ഇപ്പോൾ തൊയ്ബ് എർദോഗൻ്റെ ഭരണകൂടം ഈ പാകിസ്ഥാനെ സഹായിച്ചു എന്ന് പറയുന്നു. പക്ഷേ അവർ പറയുന്നത് ഞങ്ങളുടെ വിമാനം ഇന്ധനം നിറയ്ക്കാൻ പാകിസ്ഥാനിലേക്ക് പോയിരുന്നു. അപ്പോൾ ഈ തുർക്കിയിൽ നിന്നൊരു വിമാനം ഇന്ധനം നിറയ്ക്കാൻ പാകിസ്ഥാനിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിൽ ലോജിക്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇനി ഇന്ത്യ ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സൈനികപരമായ രഹസ്യങ്ങളായതുകൊണ്ട് അത് പലപ്പോഴും പുറത്തുവിടുന്നതിന് പരിമിതിയുണ്ട്. ഈ ശത്രു രാജ്യമോ അല്ലെ ശത്രു സേനയോ ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കരുത്, നമ്മുടെ മൂവ്മെൻറ്റ് എന്താണെന്ന് അറിയരുത്. എന്തായാലും പ്രതിരോധ മന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള അത് 3 സൈനിക വിഭാഗങ്ങളുടെയും തലവൻ ഇവരെല്ലാം തന്നെ വലിയ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. കൃത്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു, പഹൽഗാം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവാണ്. ഇതിൽ പങ്കെടുത്തവർക്ക്, ഗൂഢാലോചന നടത്തിയവർക്ക് ശക്തമായ തിരിച്ചടി നൽകും. അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ആഘാതം ഉണ്ടാകുമെന്ന് പറയുന്നു.
അപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് ചൈനയോ തുർക്കിയോ വന്നു കഴിഞ്ഞാൽ റഷ്യ ആയിരിക്കും ഇന്ത്യക്ക് ഒരു പരിച പോലെ മുമ്പിൽ നിന്ന് അവരെ പ്രതിരോധിക്കാൻ നിൽക്കുക. അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോൾ നിലപാട് മാറ്റും. വേണമെങ്കിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും. അതായത് പാകിസ്ഥാനെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്നാണ്. ലോകത്തിലെ ഒരു വൻ ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇനി ട്രേഡ് വാറൊക്കെ വലിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ ഒരു പിന്തുണയില്ലാതെ ചൈനയ്ക്ക് നീങ്ങാനും കഴിയില്ല. മാത്രമല്ല റഷ്യയാണ് എല്ലാ കാലത്തും ചൈനയെ പിന്തുണച്ചത്. അപ്പോൾ അവരുടെ വാക്കുകളെ ധിക്കരിക്കാനും കഴിയില്ല. എന്തായാലും വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദിക്ക് ഒരു വമ്പൻ സമ്മാനം തന്നെ നൽകിയെന്ന് നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.